ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നാളെ വീണ്ടും പരിഗണിക്കും. രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞില്ല. പ്രോസിക്യൂഷനോട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ കോടതി. കിഫ്ബി മസാൽ ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് ED അയച്ച കാരണം കാണിക്കൽ നോട്ടീസ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ. ED നടപടിയിൽ വിശ്വാസമില്ലെന്ന മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവതി മരിച്ചു. കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശി ആസിഫയാണ് മരിച്ചത്. ചേലക്കര ഉതുവടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 13 പേർക്ക് പരിക്ക്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ ജില്ലയിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട്. കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയിലെ മുരിങ്ങൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. കയ്പമംഗലത്ത് വീട് തകർന്നു. പുതുക്കാട് കെട്ടുകണക്കിന് PSC ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ജില്ലയിൽ നടന്ന PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നാളെ വീണ്ടും പരിഗണിക്കും. നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം കേസ് തുടർവാദത്തിനായി നാളേക്ക് മാറ്റിയത്. എന്നാൽ കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞില്ല. സെഷൻസ് കോടതിയിലെ അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു ജാമ്യാപേക്ഷയിലെ വാദം നടന്നത്. വാദപ്രതിവാദങ്ങൾ കേട്ട കോടതി പ്രോസിക്യൂഷനോട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഹാജരാക്കിയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മറ്റു തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷനും വാദിച്ചു. നിലവിൽ 7 ദിവസമായി രാഹുൽ ഒളിവിൽ തുടരുകയാണ്. ജാമ്യാപേക്ഷയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന പ്രതിഭാഗം വാദിച്ചെങ്കിലും ഇക്കാര്യത്തിൽ കോടതി തീർപ്പ് പറഞ്ഞിട്ടില്ല. അറസ്റ്റിന് തടസ്സമില്ലെങ്കിലും ജാമ്യാപേക്ഷയിൽ നാളെയായിരിക്കും കോടതി വിധി വരിക. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് ED അന്വേഷിച്ചാൽ CPMന്റെ കുറെ നേതാക്കൾ കൂടി ജയിലിലാകുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് MM ഹസൻ പറഞ്ഞു. മുൻ ദേവസ്വം മന്ത്രിയെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും ED ചോദ്യം ചെയ്യണമെന്നും MM ഹസൻ ആവശ്യപ്പെട്ടു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് ഓലപ്പാമ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ ED ഇതുപോലൊരു നോട്ടീസ് അയച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ അതിന് ഫലം കിട്ടി. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. അതിന്റെ ഫലം അവർക്ക് കിട്ടുമായിരിക്കും. EDയുടെ നോട്ടീസിന് കടലാസിന്റെ വിലയേ ഉള്ളൂവെന്ന് MV ഗോവിന്ദൻ പറഞ്ഞതോടെ എല്ലാം വ്യക്തമായി. യഥാർത്ഥത്തിൽ ED അന്വേഷിക്കേണ്ടത് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട അഴിമതിയാണെന്നും ഹസൻ പറഞ്ഞു. ED ഇപ്പോ മുഖ്യമന്ത്രിക്ക് അയച്ച നോട്ടീസ് വെറും ഒരു ഓലപ്പാമ്പാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ഇതുപോലെ കരുവന്നൂർ ബാങ്കിന് ഒരു ED അയച്ചു. ആ ED അയച്ച് ഭീഷണിപ്പെടുത്തിയപ്പോൾ അതിന് ഫലം കിട്ടിയില്ലേ? ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു നോട്ടീസ് അയച്ച് LDFനെ ഒന്ന് ഭീഷണിപ്പെടുത്തി. ഗോവിന്ദ മാഷ് പറഞ്ഞതോടുകൂടി ക്ലിയറായി. കാരണം ഇതിന് ഒരു കടലാസിന്റെ വിലയേ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ ED അന്വേഷിക്കേണ്ടത് മസാല ബോണ്ട്. ED അത് അന്വേഷിക്കാൻ തയ്യാറില്ല. EDക്ക് ശബരിമല സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കാം. അവർക്ക് അന്വേഷിക്കാനുള്ള അവകാശം നൽകിയിരിക്കുക. അതുകൊണ്ട് ED അന്വേഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ മാർക്സിസ്റ്റ് നേതാക്കന്മാർ ജയിലിലാവും എന്ന് ഉറപ്പുണ്ട്. ഇതിൽ പാർട്ടിക്കുള്ള പങ്കും പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയത്തിൽ കോൺഗ്രസിൽ അഭിപ്രായ വ്യത്യാസമില്ല. ശക്തമായ നടപടിയെടുത്തു. അതിജീവിത മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അവർ സ്വമേധയാ കൊടുത്തതാണോ സമ്മർദ്ദങ്ങളെ തുടർന്നാണോ എന്നത് വിഷയമല്ല. മുൻപ് ലൈംഗികാരോപണം നേരിട്ട ഇടത് MLAമാർ നിയമസഭയിൽ ചിരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും MM ഹസൻ പറഞ്ഞു. TCV തൃശൂർ. കിഫ്ബി മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ED നടത്തുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. EDയുടെ നോട്ടീസ് CPMനെ സഹായിക്കാനാണെന്നും ചെന്നിത്തല പറഞ്ഞു. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച വോട്ട് വൈബിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ CPMും BJPയും തമ്മിൽ അന്തർധാര സജീവമാണ്. അതുകൊണ്ടാണ് നേരത്തെ ED നോട്ടീസ് അയച്ച പല കേസുകളും ആവിയായിപ്പോയതെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു.
അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. അവിട്ടത്തൂർ സ്കൂളിന് സമീപമായിരുന്നു അപകടം. കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശി മംഗലത്തറ വീട്ടിൽ 38 വയസ്സുള്ള ആസിഫയാണ് മരിച്ചത്. ഇസാഫ് ബാങ്കിന്റെ ചേർപ്പ് ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറാണ് ആസിഫ. ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചേലക്കര ഉതുവടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച അപകടത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴയിലേക്ക് പോകുകയായിരുന്ന KSRTC ബസും തിരുവില്ലാമലയിലേക്കുള്ള സ്വകാര്യ ബസുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. ഡ്രൈവറെ പുറത്തെടുക്കാൻ സാധിക്കാത്ത വിധം കാബിനിൽ കുടുങ്ങിയത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് സംസ്ഥാനപാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. കാളത്തോട് ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് ബൈക്കുകളിലിടിച്ച് സ്ഥാനാർത്ഥി ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. കോർപ്പറേഷൻ പറവട്ടാനി ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ടോണി കാവുങ്കൽ, ഭാര്യ എൽസി ടോണി, പ്രവർത്തകരായ രാജീവ്, ഭാര്യ ടിനി രാജീവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാലിന് ഗുരുതര പരിക്കേറ്റ ടോണിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വീട്ടിലേക്ക് 2 ബൈക്കിലായി മടങ്ങുന്നതിനിടെയാണ് അപകടം. പുതുക്കാട് മറവാഞ്ചേരിയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച അപകടം. പുതുക്കാട് അപകടത്തിൽ ചെങ്ങാലൂർ സ്വദേശികളായ കാർ യാത്രക്കാരായ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. മുപ്ലിയത്ത് നിന്ന് പുതുക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന അരങ്ങത്ത് ബസ്സിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ വാഹനങ്ങളുടെ മുൻവശം തകർന്നു. കാഞ്ഞാണി സെന്ററിൽ ബൈക്ക് ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് 3 പേർക്ക് പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ ജില്ലയിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കൻ തമിഴ്നാടിന് മുകളിൽ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നതാണ് മഴയ്ക്ക് കാരണം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത മുരിങ്ങൂരിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് ഗതാഗതക്കുരുക്കിനിടയാക്കിയത്. തൃശൂർ എറണാകുളം പാതയിലാണ് വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ടത്. വെള്ളക്കെട്ടിനെ തുടർന്ന് വാഹനങ്ങൾ പതുക്കെ പോകുന്നതാണ് ഗതാഗതക്കുരുക്കിന് കാരണം. പുലർച്ചെ മുതൽ ആരംഭിച്ച മഴ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ഇതോടെയാണ് ഓടകളിലും മറ്റും നിറഞ്ഞ വെള്ളം റോഡിലെത്തിയത്. സമീപത്തെ ചില വീടുകളിലെ കാർ പോർച്ചുകളിലേക്കും വെള്ളമെത്തി. കനത്ത മഴയിൽ പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ വെള്ളക്കെട്ട്. പെരിഞ്ഞനം കൊറ്റംകുളം സെന്ററിന് തെക്ക് പുളിഞ്ചോട് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായത്. റോഡിലെ കുണ്ടിലും കുഴിയിലും വെള്ളം നിറഞ്ഞതോടെ ബൈക്ക് യാത്രികർക്ക് അപകടക്കെണിയായി. ഇന്ന് രാവിലെ മുതൽ നിരവധി ബൈക്ക് യാത്രികർ കുഴിയിൽ വീണതായി പരിസരത്തുള്ളവർ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥിയും മത്സ്യത്തൊഴിലാളിയുടെ ബൈക്കും കുഴിയിൽ വീണിരുന്നു. കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീട് തകർന്നു. ചളിങ്ങാട് ഒറ്റത്തൈ സെന്ററിന് കിഴക്ക് പൂപ്പുള്ളി വീട്ടിൽ അബ്ദുൾ ഹക്കീം മൗലവിയുടെ വീടാണ് തകർന്നത്. ഓടിട്ട വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. സംഭവ സമയം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. പഞ്ചായത്ത്, വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. പുതുക്കാട് കെട്ടുകണക്കിന് PSC ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ജില്ലയിൽ വിവിധ സെന്ററുകളിൽ നടന്ന PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് പാഴായി റോഡിലെ അരമന പാലത്തിന് സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ നാട്ടുകാരാണ് റോഡിൽ കിടക്കുന്ന ചോദ്യപേപ്പറുകൾ കണ്ടത്. 2025 സെപ്റ്റംബറിൽ PSC നടത്തിയ വിവിധ തസ്തികകളിലേക്കുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് റോഡിൽ നിന്ന് കിട്ടിയത്. പരീക്ഷയ്ക്ക് ശേഷം ബാക്കി വരുന്ന ചോദ്യപേപ്പറുകൾ അതത് PSC ജില്ലാ ഓഫീസുകളിൽ സൂക്ഷിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇത്തരത്തിൽ ജില്ലയിലെ ബാക്കി വരുന്ന ചോദ്യപേപ്പറുകൾ കരാറുകാർക്ക് കൈമാറുകയാണ് പതിവ്. കരാറുകാർ ചോദ്യപേപ്പറുകൾ തിരുവനന്തപുരത്തുള്ള PSC ഓഫീസിൽ എത്തിക്കണം. ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിൽ നിന്ന് വീണുപോയതാകാമെന്നാണ് അധികൃതർ പറയുന്നത്. കളഞ്ഞുകിട്ടിയ ചോദ്യപേപ്പറുകൾ പുതുക്കാട് സ്റ്റേഷനിലേക്ക് മാറ്റി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ഇന്ന് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ ഉൾപ്പെടുത്തും. പഞ്ചായത്ത് തലത്തിൽ ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്കായി 3 ബാലറ്റ് യൂണിറ്റുകളും 1 കൺട്രോൾ യൂണിറ്റുമാണുള്ളത്. നഗരസഭ, കോർപ്പറേഷൻ തലത്തിൽ ഒന്നു വീതം ബാലറ്റ് യൂണിറ്റും കൺട്രോൾ യൂണിറ്റുമാണ്. ഓരോ തലത്തിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ക്രമനമ്പർ, പേര്, ചിഹ്നം എന്നിവയടങ്ങിയ ബാലറ്റ് ലേബലാണ് ബാലറ്റ് യൂണിറ്റിൽ സജ്ജമാക്കുന്നത്. സ്ഥാനാർത്ഥികളുടെയും പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് നടപടികൾ. കാൻഡിഡേറ്റ് സിറ്റിംഗിനു ശേഷം പരീക്ഷണാടിസ്ഥാനത്തിൽ ഏതാനും യന്ത്രങ്ങളിൽ മോക്ക് പോൾ നടത്തും.
ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണത്തിന് 1 മാസം കൂടി സമയം ഹൈക്കോടതി നീട്ടി നൽകി. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചാണ് ഇതു സംബന്ധിച്ച ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. കേസിലെ 3ാം ഘട്ട അന്വേഷണ പുരോഗതി റിപ്പോർട്ട് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്ത ശേഷമുള്ള കൂടുതൽ വിവരങ്ങളാണ് SIT കോടതി മുമ്പാകെ സമർപ്പിച്ചത്. ഈ ഇടക്കാല അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിശദമായി പരിശോധിച്ചു. പ്രമുഖർ ഉൾപ്പെടെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകേണ്ടതിന്റെ ആവശ്യകതയും SIT കോടതിയെ അറിയിച്ചു. ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ സമാപിച്ചു. തന്റെ ആശ്രിതനായിരുന്ന ഒരു ഭക്തന് ഗുരുവായൂരപ്പൻ ശ്രാദ്ധം നടത്തുന്നുവെന്നാണ് ത്രയോദശി ഊട്ടിന്റെ സങ്കല്പം. അന്നലക്ഷ്മി ഹാളിൽ നടന്ന ഊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ വൈകിട്ട് ശ്രീഭൂതബലിയുമുണ്ടായിരുന്നു. കാർ തട്ടിക്കൊണ്ടുപോയി ഉടമയെ ആക്രമിക്കുകയും 10,000 രൂപ മോഷ്ടിക്കുകയും ചെയ്ത കേസിലെ പ്രതി ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. ചെറുതുരുത്തി പാളയം കെട്ടുകാരൻ വീട്ടിൽ ഷെജീറിനെയാണ് മാഹിയിൽ നിന്നും പിടികൂടിയത്. ഈ കേസിലെ മറ്റു 3 പ്രതികളായ ഷാഫിൽ, വിഷ്ണുരാജ്, ഗോകുൽദാസ് എന്നിവരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. ചെറുതുരുത്തി സർക്കിൾ ഇൻസ്പെക്ടർ വിനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ 13ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാവിത്രി രാമചന്ദ്രൻ നാട്ടുകാർക്ക് പ്രിയങ്കരിയാണ്. ഇത് 3ാം തവണയാണ് പറേരി വീട്ടിൽ സാവിത്രി ജനവിധി തേടുന്നത്. പ്രായം 67 പിന്നിട്ടെങ്കിലും തളരാത്ത പോരാട്ട വീര്യവുമായാണ് 13ാം വാർഡായ കിഴക്കുമുറിയിൽ വീണ്ടും സാവിത്രി രാമചന്ദ്രൻ മത്സരത്തിനിറങ്ങുന്നത്. കാലങ്ങളായി പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആഗ്രഹമാണ് സാവിത്രിക്കുള്ളത്. 4 പതിറ്റാണ്ടോളം വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരിയായിരുന്ന സാവിത്രി 2013 സർവീസിൽ നിന്നും വിരമിക്കുന്നത്. തുടർന്ന് 2015 പാർട്ടിയുടെ ആവശ്യപ്രകാരം ആദ്യമായി മത്സരത്തിനിറങ്ങി. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2ാം തവണ വിജയിച്ചപ്പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. ജനങ്ങളുടെ ഏതാവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന സാവിത്രി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണയും മത്സരത്തിനിറങ്ങുന്നത്. വിജയസാധ്യത കൂടുതലാണ്. നാട്ടിലെ ജനങ്ങളെ അത്രയ്ക്കധികം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ജനങ്ങളെയും ജനങ്ങൾ എന്നെയും. അതുകൊണ്ടാണ് 3ാം തവണയും നിൽക്കുന്നത്. പൊതുവെ അവരിൽ ഒരാളായി മാറുകയാണ് ഞാൻ. അതുപോലെ മെമ്പറായിട്ടല്ല ഞാൻ എന്നെ കാണുന്നത്. ജനങ്ങളും എന്നെ ഒരു സഹോദരിയായിട്ട്, ഒരു അമ്മയായിട്ടാണ് അവർ കാണുന്നത്. എനിക്കും അങ്ങനെയാണ് ഇഷ്ടം. മെമ്പർ എന്ന് പറയാൻ എനിക്ക് താല്പര്യം കുറവാണ്. നിങ്ങളെന്നെ ചേച്ചിയെന്നോ അതുപോലെ അമ്മയെന്നോ ഒക്കെ വിളിച്ചാൽ മതി. എനിക്ക് നിങ്ങളിൽ ഒരാളായി മാറാനാണ് ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ പെരുമാറുന്നത്. ഏതൊരാവശ്യത്തിനും പാതിരാത്രിയിൽ പോലും വെളിപ്പുറത്തെത്തുന്ന സാവിത്രി രാമചന്ദ്രൻ പൊതുപ്രവർത്തകർക്ക് മാതൃകയാണ്. കോവിഡ് കാലത്ത് അതിഥി തൊഴിലാളിയുടെ പ്രസവത്തിന് അവരോടൊപ്പം 5 ദിവസം ജില്ലാ ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരിയായതും ഈ ജനപ്രതിനിധിയാണ്. AIF ജില്ലാ സെക്രട്ടറിയായ പ്രസാദ് പറേരിയുടെ മാതാവാണ് സാവിത്രി രാമചന്ദ്രൻ. TCV ന്യൂസ്, തൃശൂർ. കൈപ്പറമ്പ് പഞ്ചായത്തിലെ 2 വാർഡുകളിൽ LDF സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് സഹോദരി സഹോദരന്മാരാണ്. 7-13 വാർഡുകളിലായി മത്സരിക്കുന്ന സഹോദരങ്ങൾക്കിത് കന്നിയംഗം. കൈപ്പറമ്പ് പഞ്ചായത്തിലെ 2 വാർഡുകളിലേക്ക് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് സഹോദരിയും സഹോദരനുമാണ്. ഇവർ ആദ്യമായാണ് തെരഞ്ഞെടുപ്പ് മത്സരത്തിനായി ഇറങ്ങുന്നത്. പേരാമംഗലം സ്വദേശി ചിറ്റിലപ്പള്ളി ജോണി ബേബി ദമ്പതികളുടെ മക്കളായ നെൽസൺ ചിറ്റിലപ്പള്ളിയും സിൻസി റിജോയുമാണ് ഈ സ്ഥാനാർത്ഥികൾ. വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മുതൽ സംഘടനാ പ്രവർത്തന രംഗത്തുള്ള നെൽസൺ ഡ്രൈവർ ജോലിയും രാഷ്ട്രീയ പ്രവർത്തനവും ഒരുമിച്ച് കൊണ്ടുപോകുന്നയാളാണ്. പേരാമംഗലം കിഴക്ക് 13ാം വാർഡിലാണ് നെൽസൺ ജനവിധി തേടുന്നത്. വാർഡിലെ ഒരു 15 കൊല്ലമായിട്ടും UDFന്റെ ഒരു വാർഡാണ്. അപ്പോൾ അവിടെ വന്നിട്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുടെ പുറത്താണ് ഈ വാർഡിൻ്റെ വികസനം നടക്കുന്നത്. അത് മാറി എല്ലാ ജനങ്ങൾക്കും വികസനം വേണമെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു ആശയം. ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ മാറ്റം എന്തായാലും ഈ വാർഡിൽ കാണാവുന്നതാണ്. ആദ്യമായിട്ടാണ് ഇലക്ഷൻ നിൽക്കുന്നതെങ്കിലും ഇവിടെ വ്യക്തിപരമായിട്ടും ഓരോരുത്തരെ അറിയാവുന്ന ഒരാളാണ്.
അതിൻ്റെ ഒരു പ്രചോദനം നമുക്കുണ്ട്. ജയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൈപ്പറമ്പ് പഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ കമ്മ്യൂണിറ്റി അംബാസഡറായ സിൻസി ബിരുദാനന്തര ബിരുദധാരിയാണ്. LDF സ്വതന്ത്രയായ സിൻസി 7ാം വാർഡ് മുണ്ടൂർ സെന്ററിൽ TV ചിഹ്നത്തിൽ മത്സരിക്കുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. പ്രതീക്ഷയുണ്ട് നമുക്ക്. നമ്മൾ ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളോട് നല്ല താല്പര്യമാണുള്ളത്. CDSലെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു കമ്മ്യൂണിറ്റി അംബാസിഡറായിട്ടാണ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നത്. യുവജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുക എന്ന രീതിക്കുള്ള വർക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു വിജ്ഞാന കേരളം. അതിൽ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് നമുക്ക് സോഷ്യൽ രംഗത്ത് പ്രവർത്തിക്കണമെന്നൊരു ബോധമുണ്ടായി. നമ്മളെ പാർട്ടി നമ്മളോട് ഇങ്ങനൊരു കാര്യം ചോദിച്ചപ്പോൾ നമുക്ക് പ്രവർത്തിച്ച് നോക്കാം എന്നൊരു സങ്കല്പത്തിലാണ് നമ്മളിപ്പോൾ ഈ രംഗത്തിലേക്ക് മുന്നോട്ട് വന്നത്. 2 വാർഡുകളിലായി സഹോദരി സഹോദരന്മാരെ മത്സരിപ്പിച്ചുകൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കൈപ്പറമ്പ് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ്. പേരാമംഗലത്ത് നിന്നും ക്യാമറാമാൻ റോയ്ക്കൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്. തൃശൂർ കോർപ്പറേഷന്റെ 53ാം ഡിവിഷനായ എൽത്തുരുത്തിൽ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. മുന്നണികൾ വികസന വാഗ്ദാനങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളിലെ സമീപനങ്ങളും മുൻനിർത്തി വോട്ടർമാരുടെ മനസ്സ് കീഴടക്കാനുള്ള കടുത്ത മത്സരത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിലോട്ട് കടക്കുമ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് 53ാം ഡിവിഷൻ എൽത്തുരുത്തിലാണ്. ഇവിടെ LDF, UDF, NDA സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാം. എൽത്തുരുത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ജിൻസ് തട്ടിലാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണ്. ഞാനിവിടെ ഈ ഡിവിഷൻ്റെ കോൺഗ്രസിൻ്റെ 15 വർഷമായിട്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണ്. നിലവിൽ കോൺഗ്രസിൻ്റെ ഡിവിഷൻ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോഴത്തെ എൻ്റെ കുറച്ച് വികസന ലക്ഷ്യങ്ങൾ എനിക്കുണ്ട്. ഇവിടെ ഒളരിയിൽ എൽത്തുരുത്തി ഡിവിഷനിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് കെട്ടിയിട്ടുണ്ട്. 10 വർഷമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ, നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ് ഉദ്ഘാടനം നിർവഹിച്ച ഒരു ബിൽഡിങ്ങാണത്. ഒളരിയുടെ എന്താ പറയുക, ശിരസ് എന്ന് പറയാം. ആ മാർക്കറ്റ് കെട്ടിടം 4 കോടി രൂപയോളം ചെലവഴിച്ച് പണിതാണ്. ഇതേവരെ അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. നിലവിൽ മത്സ്യ മാംസ മാർക്കറ്റ് അത് അതിൻ്റെ ഉള്ളിൽ ഭംഗിയായി പ്രവർത്തിക്കേണ്ടതാണ്. അത് റോഡരിയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വീഴ്ച. അപ്പോൾ എനിക്ക് ജയിച്ചു വരാണെങ്കിൽ അത് പരിഹരിക്കാനും മാർക്കറ്റ് കെട്ടിടത്തിൻ്റെ പ്രശ്നങ്ങൾ തീർത്ത് അതിൻ്റെ ഉള്ളിലേക്ക് വ്യാപാര സ്ഥാപനങ്ങൾ കയറ്റാനും അവിടെ പ്രവർത്തനം ആരംഭിക്കാനും എൻ്റെ മനസ്സിലുള്ള ലക്ഷ്യമാണ്. പൊതുവായിട്ടൊരു കളിസ്ഥലം, ഒരു ഗ്രൗണ്ട്, അതിനുള്ള വിഭാവനം നമ്മളവിടെ ചെയ്യുന്നുണ്ട്. അമ്പാടിക്കുളം പരിസരത്ത് തന്നെ നമ്മുടെ ഡിവിഷൻ 53ലേക്ക് ഉള്ള പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള കായിക വിനോദത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല നല്ലൊരു ഗ്രൗണ്ട്, അത് എൻ്റെ വികസന സ്വപ്നമാണ്. പിന്നെ കുടിവെള്ള പദ്ധതിയിൽ പറഞ്ഞല്ലോ, UDF വലിയൊരു മാറ്റം കൊണ്ടുവരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഒരു സംശയവുമില്ല. എൽത്തുരുത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷാജി കുണ്ടോളിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എവിടെ വരെയായി? പ്രചരണം ഇപ്പോൾ 2ാം ഘട്ടം പൂർത്തീകരിക്കുകയാണ്. ഇനി 3ാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു. ആൾക്കാരുടെ ഭാഗത്തുള്ള പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട്? നല്ല സപ്പോർട്ടാണ്. കാരണം മുൻപ് 10 വർഷക്കാലമായിട്ട് LDF ആണ് ഈ ഡിവിഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്ന് LDF കൗൺസിലർമാർ നല്ല രീതിയിലുള്ള വികസനമാണ് നമ്മുടെ ഈ എൽത്തുരുത്ത് ഡിവിഷനിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് വോട്ടർമാരെ സമീപിക്കാൻ യാതൊരു മടിയും വേണ്ട. എല്ലാവരും നല്ല തികഞ്ഞ സപ്പോർട്ടിലാണ്. LDFന് തന്നെയാണെന്ന് ഉറക്കുന്നു. തീർച്ചയായിട്ടും തുടർ ഭരണം LDF തന്നെയാണ്. എനിക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണോ? അല്ല, ഞാൻ 2010 മത്സരിച്ചിട്ടുണ്ട്. എന്തൊക്കെ വികസന പദ്ധതികളാണ് മുന്നിലുള്ളത്? പ്രധാനമായിട്ട് സ്ത്രീകൾക്ക് കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ടുള്ള സ്ത്രീ സുരക്ഷാ പദ്ധതികൾ, അവർക്ക് സ്വയം പര്യാപ്തത നേടുന്നതിനുള്ള പ്രൊജക്റ്റുകൾ നടപ്പിലാക്കുക. പിന്നെ സ്ത്രീകൾ എല്ലാവരുടെയും ഡിവിഷനിലെ എല്ലാവരുടെയും ആരോഗ്യത്തിന് സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഓപ്പൺ ജിമ്മുകൾ, അത് ഒരു സ്ഥലത്ത് മാത്രം ഓപ്പൺ ജിമ്മ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാരണം എൽത്തുരുത്ത് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വളരെ വ്യാപിച്ച് കിടക്കുന്നൊരു ഡിവിഷനാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ജിം സ്ഥാപിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അവിടെ എത്തിച്ചേരുന്ന ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സെൻട്രലൈസ് ചെയ്തിട്ട് 2 ജിമ്മുകളാണ് നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത്. ഇനിയുള്ള വിജയവും LDFന് തന്നെ എന്ന് വിശ്വസിക്കാം. തീർച്ചയായും ഓൾ കേരള ലെവലിൽ LDF വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നത് അത് അടുത്ത നിയമസഭാ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള LDF സർക്കാരിൻ്റെ 3ാം മുന്നണി മൂന്നാമത്
കയറുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്ന ഒരു ഇലക്ഷനാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എൽത്തുരുത്തിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സൗമ്യ സലീഷാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? നമുക്കിപ്പോൾ 2 റൗണ്ട് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 3ാം റൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ 3 റൗണ്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വികസന പദ്ധതികൾ? ഇവിടെ സാധാരണ ജനങ്ങൾ കൂടുതലും പറയണത് റോഡിൻ്റെ പ്രശ്നങ്ങൾ, വഴിവിളക്കുകൾ, അതുപോലെ തന്നെ ഈ കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകളെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. കഴിഞ്ഞ കൗൺസിലർമാർ എന്തുകൊണ്ട് അത് ചെയ്തില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഞാൻ കൗൺസിലറായി വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും സാധാരണക്കാരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനാണ് എനിക്ക് താല്പര്യം. അതിനോടൊപ്പം തന്നെ യുവതലമുറയ്ക്കും സ്ത്രീകൾക്കും കുറച്ചും കൂടെ മുൻതൂക്കം കൊടുക്കണമെന്നാണ് നമ്മുടെ NDA സഖ്യത്തിന്റെ തീരുമാനം. 2ാം ഘട്ടം പ്രചരണം പൂർണ്ണമായിട്ടും കഴിഞ്ഞു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം? ജനങ്ങളുടെ ഭാഗത്ത് നല്ല പ്രതികരണം തന്നെയാണ്. എന്നോടൊപ്പം കൂടെ നിന്നുകൊണ്ട് തന്നെയാണ് അവർ എന്നോട് കൂടുതൽ സംസാരിക്കുന്നത്. ന്യൂനപക്ഷമാണ് കൂടുതൽ നമ്മുടെ കൂടെ നിൽക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി LDFന്റെ തട്ടകമായി തുടരുന്ന 53ാം ഡിവിഷൻ എൽത്തുരുത്തിൽ ഇനി മത്സരത്തിൽ ആര് മുന്നിലെത്തുമെന്ന് കണ്ടറിയാം. എൽത്തുരുത്തിൽ നിന്നും ക്യാമറാമാൻ പ്രവീണിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. വേലൂർ പഞ്ചായത്തിൽ ഭരണത്തിനായി മുന്നണികൾ തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ഇരു മുന്നണികൾക്കും സ്വാധീനമുള്ള പഞ്ചായത്താണെങ്കിലും കഴിഞ്ഞ 2 തവണയും LDF ആണ് ഭരണം കൈയാളുന്നത്. 2 ഭരണസമിതിയിലും BJP അംഗങ്ങളുണ്ടായിരുന്നു എന്നതും എടുത്തുപറയേണ്ട പ്രത്യേകതയാണ്. മഹാനായ അർണോസ് പാദ്രിയുടെ കാൽപാദം പതിഞ്ഞ മണ്ണ്, മാറുമറയ്ക്കൽ സമരം, കനാൽ സമരം, ഭൂസമരം തുടങ്ങി ഒട്ടനവധി വിപ്ലവ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാട്. കലയും രാഷ്ട്രീയവും ഇഴചേർന്ന് കിടക്കുന്ന വേലൂർ പഞ്ചായത്ത് ഭരണത്തിനായി മുന്നണികൾ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. കലാഗ്രാമമായ വേലൂർ പ്രസിദ്ധരായ ഒട്ടനവധി കലാസാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട്. വിപ്ലവ സമര പോരാട്ടങ്ങളുടെ ഭൂമികയായതിനാൽ ഇവിടുത്തെ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും കൂടുതലാണ്. LDFനും UDFനും BJPക്കും ഒരുപോലെ വേരോട്ടമുള്ള മണ്ണാണിപ്പോൾ വേലൂർ. അതിനാൽ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് ഭൂരിഭാഗം വാർഡുകളിലും നടക്കുന്നത്. UDFും LDFും മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 2 തവണ തുടർച്ചയായി പഞ്ചായത്ത് ഭരണം കൈയാളിയത് LDF ആണ്. 2020 LDF 9, UDF 7, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ 10 വർഷത്തെ വികസനത്തിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF തെരഞ്ഞെടുപ്പിന് നേടുന്നത്. വേലൂർ പഞ്ചായത്തിലെ ഭരണം 10 വർഷം പിന്നിടുകയാണ്. ഈ 10 വർഷം പിന്നിടുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ സമഗ്ര വികസനത്തിൻ്റെ 10 വർഷങ്ങളാണ്. അത് ഒരു മേഖല എന്നുള്ളതല്ല, എല്ലാ മേഖലകളിലും സമഗ്രമായ പുരോഗതി കൊണ്ടുവരാൻ ഈ ഭരണസമിതികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ യാഥാർത്ഥ്യകരമായ ഒരു കാര്യം. വേലൂരിൻ്റെ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഭരണസമിതി കഴിഞ്ഞ 10 വർഷങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഏറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് വേലൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങൾ നേരിടുന്നു. എന്നാൽ 10 വർഷത്തെ LDF ഭരണം വലിയ പരാജയമായിരുന്നെന്നും സർവ്വമേഖലയിലും വികസന മുരടിപ്പാണ് സൃഷ്ടിച്ചതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. 2020 വേലൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വേലൂരിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ രീതിയിൽ പറഞ്ഞ് കൊട്ടിഘോഷിച്ച ജനങ്ങൾക്കും കൃഷിക്കാർക്കും ഏറെ ആവശ്യമുള്ള കിടായിപ്പാടം പദ്ധതി വെള്ളത്തിലായത് നമ്മളൊക്കെ കണ്ടാവും. അതുപോലെ തന്നെ ഈ വേലൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുക. ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ട റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ കരാറുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോലും ഈ ഭരണസമിതി ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വിഷമമുള്ള ഒരു പദ്ധതിയായിട്ടിരിക്കുന്നത്. നമുക്കറിയാം 2015 മുതൽ ഈ വേലൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. പക്ഷെ 10 വർഷമായിട്ടും വേലൂരിന്റെ വികസനം 10 വർഷമല്ല 20 വർഷം പിന്നോട്ട് പോയി എന്ന് ഇവിടുത്തെ ആർക്കും നോക്കിക്കഴിഞ്ഞാലും കാണാവുന്ന അവസ്ഥയാണ്. പഞ്ചായത്ത് മാറി മാറി ഭരിച്ച LDFും UDFും ജനദ്രോഹ ഭരണമാണ് കാഴ്ചവെച്ചതെന്നും എടുത്തു പറയാൻ കഴിയുന്ന ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും ഇല്ലെന്നും BJP ആരോപിക്കുന്നു. വേലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തകർന്നടിഞ്ഞ റോഡുകളാണ്. അതിനൊരു എക്സാമ്പിളാണ് ചുങ്കം മുണ്ടൂർ റോഡ്. അതുപോലെ തന്നെ പൂർത്തീകരിക്കാത്ത ജൽജീവൻ മിഷൻ പദ്ധതി. നമ്മുടെ റോഡുകളൊക്കെ കുത്തിപ്പൊളിച്ച് പൈപ്പുകൾ ഇട്ടുപോയിട്ട് മെയിൻറ്റെയിൻസ് വർക്കിന് ഫണ്ട് ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാതെ റീടാറിങ്ങിനായിട്ട് ടെൻഡർ കഴിഞ്ഞിട്ടുള്ള റോഡുകൾ ബാക്കിയായി കിടക്കുകയാണ്. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത കുടുംബങ്ങൾ ഇനിയും ബാക്കിയായി നിൽക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ജനദ്രോഹപരമായ കാര്യങ്ങൾ മാത്രമാണ് ഈ LDF ഭരണസമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്കിതിനെ മുന്നോട്ട് വന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇതിനൊരു മറുപടിയായി തന്നുകൊണ്ട് തന്നെ ഭരണസമിതി പിടിച്ചെടുക്കുമെന്ന് പറയും. തുടർ ഭരണം ലഭിക്കുമെന്ന് LDFും എന്നാൽ ജനദ്രോഹ ഭരണത്താൽ ഇത്തവണത്തെ ജനവിധി അനുകൂലമാകുമെന്ന് UDFും കഴിഞ്ഞ തവണ അപേക്ഷിച്ച് ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് BJPയും അവകാശപ്പെടുന്നു.
പോരാട്ട വീര്യമുള്ള മണ്ണാണ് വേലൂർ പഞ്ചായത്ത്. ഭരണ മികവുകൾ ഉയർത്തിക്കാട്ടി തുടർ ഭരണത്തിനായി LDF ശ്രമിക്കുമ്പോൾ ഭരണകോട്ടങ്ങൾ എടുത്തു പറഞ്ഞ് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് UDF. നില കൂടുതൽ മെച്ചപ്പെടുത്തി ഭരണസമിതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് BJPയും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. മുല്ലശ്ശേരി പഞ്ചായത്തിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ചെയർമാൻ PB ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ, DCC ജനറൽ സെക്രട്ടറി PK രാജൻ, ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ ജിയോ ഫോക്സ്, ക്ലെമൻ ഫ്രാൻസിസ്, അജിത് പ്രസാദ്, സുനീതി അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് തൃപ്രയാർ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി അനിൽ പുളിക്കൽ എടത്തുരുത്തി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. ചന്ദ്രാപിനി സെന്ററിൽ നിന്ന് ആരംഭിച്ച പര്യടനം DCC ജനറൽ സെക്രട്ടറി K ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സഞ്ജയ് വയനപ്പിള്ളിയിൽ അധ്യക്ഷനായി. സിനിമാ സീരിയൽ താരം ഷൈജിൻ ശ്രീവത്സം, നേതാക്കളായ PD സജീവൻ, TK പ്രകാശൻ, ഉമറുൽ ഫാറൂഖ് തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കുംകര 18-ാം വാർഡിൽ UDF കുടുംബസംഗമം നടത്തി. DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ P ദുർഗാദാസ് അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ, സ്ഥാനാർത്ഥി നിഷ ജിനി, ശാന്തി കൃഷ്ണ, വിജയലക്ഷ്മി, AR സുകുമാരൻ, നൌഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒപ്പമുള്ള മന്ത്രിമാരെയും ഘടകകക്ഷികളെയും വിശ്വാസത്തിലെടുക്കാത്ത മുഖ്യമന്ത്രിയും സർക്കാരുമാണ് കേരളം ഭരിക്കുന്നതെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. കൊടകരയിൽ സംഘടിപ്പിച്ച UDF തെരഞ്ഞെടുപ്പ് പ്രചരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടി സർക്കാർ കാണിച്ചിരുന്ന രാഷ്ട്രീയ മാന്യത പിണറായി സർക്കാർ കാണിക്കുന്നില്ല. MLA-മാരുടെ പാർട്ടി നോക്കാതെയാണ് വികസന ഫണ്ടുകൾ അന്ന് നൽകിയിരുന്നതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. UDF കൊടകര മണ്ഡലം കമ്മിറ്റി ചെയർമാൻ VM ആന്റണി അധ്യക്ഷത വഹിച്ചു. സുനിൽ അന്തിക്കാട്, ഡെൽജിത്ത് നെർലേലി, ജില്ലാ പഞ്ചായത്ത് കൊടകര ഡിവിഷൻ UDF സ്ഥാനാർത്ഥി US വിഷ്ണു തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടൻ പഞ്ചായത്തിൽ വികസന ഫണ്ടുകൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ അഭിപ്രായപ്പെട്ടു. വെങ്കിടൻ പഞ്ചായത്തിലെ ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ, തീരദേശ മേഖലയിലെ ഉപ്പുവെള്ള ഭീഷണി തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ പരിഹാരം കാണാൻ അധികൃതർക്കായില്ലെന്നും TN പ്രതാപൻ കൂട്ടിച്ചേർത്തു. കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് PP സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CN റഷീദ്, KPCC സെക്രട്ടറി MP വിൻസെന്റിന്റെ പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. ഗ്രേസി ജേക്കബ്, PM മുഹസിൻ, NP അലിമോൻ, അസ്ഗർ അലി M തങ്ങൾ, PK രാജൻ, ലിജിറോ എന്നിവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അസ്മിത സൗത്ത് സോൺ ഖേലോ ഇന്ത്യ വുമൺ വെയ്റ്റ് ലിഫ്റ്റിംഗ് മത്സരങ്ങൾ തൃശൂരിൽ തുടരുന്നു. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളുടെ 2ാം ദിനമായ ബുധനാഴ്ച വിവിധ ഭാഗങ്ങളിലായി യൂത്ത്, ഗേൾസ്, ജൂനിയർ ആൻഡ് സീനിയർ വിമൻ മത്സരങ്ങൾ അരങ്ങേറി. സൗത്ത് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ദേശീയ, അന്തർദേശീയ നിലവാരം പുലർത്തുന്ന 200-ൽ പരം താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 4 ദിവസം നീണ്ടുനിൽക്കുന്ന മത്സരങ്ങൾ വെള്ളിയാഴ്ച സമാപിക്കും. സംസ്ഥാന ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ കരസ്ഥമാക്കിയ M ശിവകുമാർ തൃശൂർ പോലീസിന്റെ അഭിമാന താരമായി. കോഴിക്കോട് വെച്ച് നടന്ന സംസ്ഥാനതല ബെഞ്ച് പ്രസ് ചാമ്പ്യൻഷിപ്പിൽ 93 കിലോ മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയാണ് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിലെ ഗ്രേറ്റ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ M ശിവകുമാർ അഭിമാന താരമായത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രണതി ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ സ്റ്റൊഗോ ഫെസ്റ്റ് വെള്ളി, ശനി ദിവസങ്ങളിലായി തൃശൂരിൽ നടക്കും. റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിവൽ 85 സ്കൂളുകളിൽ നിന്നായി 120 പ്രോജക്റ്റുകളും 110ഓളം പ്രബന്ധാവതരണങ്ങളും നടക്കും. ഡിജിറ്റൽ സേഫ്റ്റിയിലും മയക്കുമരുന്നുകളുടെ ഉപയോഗം തടയാനും മാതൃകാപരമായ നടപടികൾ സ്വീകരിച്ച് സ്കൂളുകളെ പുരസ്കാരങ്ങൾ നൽകി അനുമോദിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രണതി ഫൗണ്ടേഷൻ സെക്രട്ടറി സിബി മാത്യൂസ്, ട്രഷറർ R ലിൻഡ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
തൃശൂർ ചേംബർ ഓഫ് കൊമേഴ്സ് വിമൻസ് വിംഗ് സംഘടിപ്പിക്കുന്ന ജിംഗിൾ ബെൽസ് മെഗാ ക്രിസ്മസ് എക്സിബിഷൻ ആൻഡ് സെയിൽസ് വെള്ളിയാഴ്ച നടക്കും. തൃശൂർ പാലസ് റോഡിലുള്ള ചേംബർ ഹാളിൽ രാവിലെ 10 മുതൽ രാത്രി 8:30 വരെയാണ് പ്രദർശന വിപണനമേള നടക്കുന്നത്. ക്രിസ്മസ് അലങ്കാരങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, ഹോം മെയ്ഡ് കേക്ക് ഉൾപ്പെടെ 50 സ്റ്റാളുകൾ ഉണ്ടാകും. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TS പട്ടാഭിരാമൻ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൗജന്യമാണെന്ന് സംഘാടകർ അറിയിച്ചു. ചേംബർ വനിതാ വിംഗ് പ്രസിഡന്റ് ഡോക്ടർ കനക പ്രതാപ്, സെക്രട്ടറി മൃദു നിക്സൺ, കൺവീനർ ജിജി ആന്റണി, വൈസ് പ്രസിഡന്റ് റൂബി ജോൺ, ജോയിന്റ് സെക്രട്ടറി സബീന മുസ്തഫ എന്നിവർ പങ്കെടുത്തു. മിസ്സിസ് കേരള ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ മത്സരത്തിൽ ജേതാവായി ഡോക്ടർ മീനു പ്രസന്നൻ. ഇനി മുതൽ മിസ് ആൻഡ് മിസ്സിസ് കേരള ബ്രാൻഡ് അംബാസിഡറായും മീനു പ്രസന്നൻ പ്രവർത്തിക്കും. തൃശൂർ ജനറൽ ആശുപത്രിയിൽ പീഡിയാട്രിക് ഡെന്റൽ സ്പെഷ്യലിസ്റ്റായി സേവനമനുഷ്ഠിക്കുകയാണ് ഡോക്ടർ മീനു പ്രസന്നൻ. അക്കാദമിക് മേഖലയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയിൽ നിന്നും സ്വർണ്ണ മെഡലോടെയാണ് PG നേടിയത്. കലക്ട്രോൺ മുൻ മാനേജിംഗ് ഡയറക്ടർ പ്രസന്നകുമാറിന്റെയും മായ പ്രസന്നന്റെയും മകളാണ് ഡോക്ടർ ബീനു. ഭർത്താവ് ഡോക്ടർ ഡിലു ഡേവിസ് ചക്കാലയ്ക്കൽ തൃശൂർ PSM ഡെന്റൽ കോളേജിലെ പ്രൊഫസറാണ്. ദേവ്, ഡയാൻ എന്നിവരാണ് മക്കൾ. ആരോഗ്യം, കുടുംബം, കരിയർ എല്ലാം ബാലൻസ് ചെയ്തു കൊണ്ടുപോകുന്നതാണ് തന്റെ വിജയ രഹസ്യമെന്ന് ഡോക്ടർ മീനു പ്രസന്നൻ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ സ്പെഷ്യൽ സ്കൂളുകളെ പങ്കെടുപ്പിച്ച് തങ്ങാലൂർ ദേവമാതാ CMI ഇന്റർനാഷണൽ സ്കൂളിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ജില്ലയിലെ 15 സ്കൂളുകൾ പങ്കെടുത്തു. ചാവറ ഭവനിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ ദേവമാതാ CMI ഇന്റർനാഷണൽ സ്കൂൾ ജോയിന്റ് ഡയറക്ടർ ഫാദർ ബെന്നി പെങ്ങിപ്പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് സന്നിക്കര അധ്യക്ഷനായി. സ്നേഹസംഗമം വയലിനിസ്റ്റും ഗ്രാമി അവാർഡ് ജേതാവുമായ മനോജ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോൺസൺ അന്തിക്കാട്ട്, ഫാദർ ജോർജ് തോട്ടാൻ, ഫാദർ സന്തോഷ് മുണ്ടൻവാണി, പ്രൊഫസർ ജോസ് എലവത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. മാള BRCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോക ഭിന്നശേഷി ദിനാചരണം മാള ഉപജില്ലാ HM ഫോറം കൺവീനർ റോബി ജോസ് ഉദ്ഘാടനം ചെയ്തു. BPC ഡോക്ടർ P. ലീജു അധ്യക്ഷനായി. യൂട്യൂബർ കുഞ്ഞുമോനും കുഞ്ഞുമക്കളും അതിഥികളായിരുന്നു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെയും പരിശീലകരുടെയും കലാപരിപാടികൾ നടന്നു. ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഏനമാവിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങളും JRC അംഗങ്ങളും ചേർന്നാണ് ജാഥ നടത്തിയത്. മുല്ലശ്ശേരി BRC ഫസ്റ്റ് അസിസ്റ്റന്റ് GC പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജാഥയ്ക്ക് കരുവന്തല സെന്ററിൽ സ്വീകരണം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ഭിന്നശേഷി സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ക്യാൻവാസിൽ ഒപ്പുവെച്ചു. ചേർപ്പ് ഞെരൂക്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചൂട്ടേറ് ചടങ്ങ് ഭക്തി നിർഭരമായി. 100 കണക്കിന് ഭക്തർ സാക്ഷിയായി ആലിന് സമീപം ഒരുക്കിവെച്ചിരുന്ന ചൂട്ടുകളിലേക്ക് ശ്രീകോവിലിൽ നിന്നും കൊണ്ടുവന്ന ദീപം പകർന്നു. ഊരായ്മ കുടുംബത്തിലെ ഉപനയനം കഴിഞ്ഞ 3 ബാലന്മാരാണ് 2 കൈകളിലും കത്തിച്ച ഓലച്ചൂട്ടുകൾ പിടിച്ച് ഞെരൂരപ്പന് ഹരിയോം ഹരി എന്നുച്ചരിച്ച് 3 തവണ ക്ഷേത്ര പ്രദക്ഷിണം ചെയ്തത്. പ്രദക്ഷിണം കഴിഞ്ഞതിനുശേഷം ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ആലിലേക്കാണ് കത്തിച്ച ചൂട്ടുകൾ ആദ്യം എറിഞ്ഞത്. തുടർന്ന് പ്രായവ്യത്യാസമില്ലാതെ നിരവധി ബ്രാഹ്മണ ബാലന്മാർ ചൂട്ടേറിൽ പങ്കാളികളായി. കൊടകര പൂനിലാർക്കാവ് ദേവി ക്ഷേത്രത്തിലെ തൃക്കാർത്തിക മഹോത്സവം വ്യാഴാഴ്ച ആഘോഷിക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രിമാരായ തെക്കേടത്ത് പെരുമ്പടപ്പ് ദാമോദരൻ നമ്പൂതിരി, അഴകത്ത് ഹരീഷ് നമ്പൂതിരി, മേൽശാന്തി നടുവത്ത് പത്മനാഭൻ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിക്കും. മേളത്തിന് തിരുവല്ല രാധാകൃഷ്ണനും പഞ്ചവാദ്യത്തിന് വൈക്കം കുട്ടനും നേതൃത്വം നൽകും. എഴുന്നള്ളിപ്പിൽ തിരുവമ്പാടി അർജുനൻ ഭഗവതിയുടെ തിടമ്പേറ്റും. എളവള്ളി വാഗ ബദ്രിയ മസ്ജിദിൽ ആണ്ടുനേർച്ച 20-21 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നേർച്ചയുടെ ഭാഗമായുള്ള ഘോഷയാത്രയും കൊടിയേറ്റവും ഞായറാഴ്ച നടക്കും. വൈകിട്ട് 3-ന് വാഗ ജുമാ മസ്ജിദ് പരിസരത്ത് നിന്ന് മാപ്പിള കലകളുടെ അകമ്പടിയോടെ ഘോഷയാത്ര പുറപ്പെടും. തുടർന്ന് മഹൽ രക്ഷാധികാരി NK അബ്ദുൽ ഖാദർ ആണ്ടുനേർച്ചയ്ക്ക് തുടക്കം കുറിച്ച് കൊടിയേറ്റം നടത്തും. 20-ന് ദിക്കർ
ഹൽബ ദുവ സമ്മേളനം പാണക്കാട്ട് സെയ്ദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഉമ്മർ അൻവരി, എച്ച് കബീർ, AM ഖാലിദ് എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,970 രൂപ, പവന് 95,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി നാളെ വീണ്ടും പരിഗണിക്കും. രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞില്ല. പ്രോസിക്യൂഷനോട് കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ കോടതി. കിഫ്ബി മസാല ബോണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ED അയച്ച കാരണം കാണിക്കൽ നോട്ടീസ് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് മുൻ KPCC പ്രസിഡന്റ് MM ഹസൻ. ED നടപടിയിൽ വിശ്വാസമില്ലെന്ന് മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവതി മരിച്ചു. കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശി ആസിഫയാണ് മരിച്ചത്. ചേലക്കര ഉരുവടിയിൽ KSRTC ബസ്സും സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് 13 പേർക്ക് പരിക്ക്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തൃശൂർ ജില്ലയിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട്. കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയിലെ മുരിങ്ങൂരിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. കയ്പമംഗലത്ത് വീട് തകർന്നു. പുതുക്കാട് കെട്ടുകണക്കിന് PSC ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ജില്ലയിൽ നടന്ന PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.